നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജർമ്മനിയിലെ ഏറ്റവും വലിയ ആഘോഷങ്ങളിലൊന്നായ കാർണിവലിന് കൊടിയിറങ്ങി. ആഘോഷത്തിന്റെ ഹൈലൈറ്റ് ദിവസമായ തിങ്കളാഴ്ച റോസൻമോണ്ടാഗ് പരേഡോടെ പരിസമാപ്തി കുറിച്ചു. ജർമ്മനിയിലാകെ, പ്രത്യേകിച്ച് തെക്കും മധ്യത്തിലും വടക്കും പ്രദേശങ്ങളിൽ നടന്ന കാർണിവൽ പരേഡുകളിലെല്ലാം പ്രകടമായത് ആക്ഷേപഹാസ്യത്തിന്റെ ഉദാഹരണങ്ങളായിരുന്നു. കനത്ത മഞ്ഞുവീഴ്ചയും കടുത്ത തണുപ്പും മഴയും നിറഞ്ഞ കാലാവസ്ഥയായിരുന്നിട്ടും നഗരത്തിന്റെ കാർണിവൽ കമ്മിറ്റിയിൽ നിന്നുള്ള ഔദ്യോഗിക വിലയിരുത്തൽ ഏറെക്കുറെ പോസിറ്റീവാണ്. ഇക്കൊല്ലത്തെ കാർണിവൽ സീസണിനെ കുറിച്ചുള്ള വസ്തുതകളും കണക്കുകളും നിരത്തുമ്പോൾ റോസ്മൺഡേ പരേഡിൽ ഏകദേശം 11,500 പേർ 74 ഗ്രൂപ്പുകളിലും 21 ഫ്ലോട്ടുകളിലുമായി നഗരമധ്യത്തിലൂടെ മാർച്ച് നടത്തി. ജർമ്മനിയിൽ സാമ്പത്തിക ആഘാതം നിലനിൽക്കുമ്പോഴും താരതമ്യേന ചെറിയ സീസൺ ഉണ്ടായിരുന്നിട്ടും കൊളോൺ കാർണിവൽ ഏകദേശം 850 മില്യൺ യൂറോയും രാജ്യവ്യാപകമായി ഏകദേശം 2 ബില്യൺ യൂറോയും വരുമാനം നേടി. സന്ദർശകരുടെ എണ്ണത്തിൽ നഗരം വീണ്ടും ഉയർന്ന അനുപാതം രേഖപ്പെടുത്തി. ഏകദേശം 1.5 മില്യൺ സന്ദർശകർ പ്രത്യേകിച്ച് അയൽ രാജ്യങ്ങളിലും എത്തിയതായിട്ടാണ് കണക്ക്. കാലാവസ്ഥാ മാറ്റത്തിൽ പരേഡിന് ചെറിയ മഞ്ഞുവീഴ്ചയും ആലിപ്പഴ വർഷവും നേരിടേണ്ടി വന്നു. പക്ഷേ ഇത് തെരുവുകളിൽ നിരന്നിരുന്ന ആരാധകരുടെ ആവേശം കെടുത്തിയില്ല എന്നതും ഒരു വസ്തുതയാണ്. രാവിലെ 10 മണിക്ക് ആരംഭിച്ച പരേഡ് വൈകുന്നേരം 6 മണിക്കാണ് സമാപിച്ചത്. പരിസ്ഥിതി നശീകരണം, ആഗോളതാപനം, യൂറോപ്യൻ ജർമ്മൻ രാഷ്ട്രീയം, പുടിൻ, റഷ്യൻ ഉക്രൈൻ യുദ്ധം, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരായ നിശിത വിമർശനങ്ങൾ തുടങ്ങി തികച്ചും ചിന്തിപ്പിക്കുന്നതും പരിഹാസം നിറഞ്ഞതുമായ പ്ലോട്ടുകൾ ഉൾപ്പെടുത്തിയ പരേഡിൽ എങ്ങും ഉയർന്നതും മുഴങ്ങിയതും ലോകത്തിലെ ആനുകാലിക വിഷയങ്ങളായിരുന്നു. കാർണിവൽ സമയത്ത് മാത്രമാണ് മാന്യമായ സമൂഹമെന്ന ചട്ടക്കൂടൊക്കെ വിട്ട് ജർമ്മൻ ആക്ഷേപഹാസ്യം സകല പരിധികളും ലംഘിച്ച് പുറത്തു വരാറുള്ളത്. ജർമ്മൻ സംസ്കാരത്തിന്റെ തന്നെ ഭാഗമാണ് കാർണിവലുകളും അതോടനുബന്ധിച്ച് നടത്തുന്ന പരേഡുകളും. കൊളോണിൽ മാത്രമായി നഗരത്തിലെ റോഡുകളിലൂടെ 8.5 കിലോമീറ്റർ ദൂരത്തിലാണ് പരേഡ് കടന്നുപോയത്. കാലാവസ്ഥ പ്രതികൂലമായില്ലെങ്കിലും ജനങ്ങളുടെ ആഘോഷത്തിമിർപ്പ് അല്പം പോലും അലോസരപ്പെടുത്തിയില്ല. കാർണിവൽ സീസണിലെ പരമ്പരാഗത റോസൻമോണ്ടാഗ് പരേഡുകൾ കൊളോൺ കൂടാതെ മൈൻസ്, ഡൂസൽഡോഫ്, എസൻ, ഹാംബുർഗ്, ട്രിയർ, ഫ്രാങ്ക്ഫർട്ട് തുടങ്ങിയ നഗരങ്ങളിലാണ് പ്രധാനമായും ആഘോഷം നടന്നത്. കനത്ത മഴയും കാറ്റും ഒക്കെ ഉണ്ടായിട്ടും ആടിയും പാടിയും ഉത്സവലഹരിയിൽ ആഘോഷം പൊടിപൂരമാക്കും എന്നതാണ് ജർമ്മൻകാരുടെ ശൈലി. ഇക്കൊല്ലത്തെ വിഭൂതി ദിവസത്തിന്റെ തലേന്ന്, അതായത് ചൊവ്വാഴ്ച വൈകിട്ട് കാർണിവലിന് കൊടിയിറങ്ങി. വേർഡി യൂണിയൻ പണിമുടക്ക് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഹാംബുർഗിൽ ഗതാഗതം സ്തംഭിക്കും. ബുധനാഴ്ച സബ്വേകളൊന്നും ഓടില്ല. ഹാംബുർഗിലെ സബ്വേകൾ 24 മണിക്കൂർ പണിമുടക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഹാംബുർഗിൽ വേർഡി 24 മണിക്കൂർ പ്രവർത്തനം നിർത്തിവെക്കുകയാണ്. ഒരു ട്രെയിൻ പോലും ഓടില്ല. 7.5% വേതന വർധനവാണ് യൂണിയൻ ആവശ്യപ്പെടുന്നത്. ബെർലിനും ഹാംബുർഗും തമ്മിലുള്ള ജർമ്മനിയുടെ പ്രധാന റെയിൽ ലിങ്ക് ആസൂത്രണം ചെയ്തതിലും കൂടുതൽ കാലം അടച്ചിടും. ഏപ്രിൽ അവസാനത്തോടെ പൂർത്തിയാകേണ്ട നവീകരണ പ്രവർത്തനങ്ങൾ കഠിനമായ ശൈത്യകാല കാലാവസ്ഥ കാരണം വൈകിയതായി ഡോയ്ച്ചെ ബാൻ അറിയിച്ചു. 280 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത 2025 ഓഗസ്റ്റ് മുതൽ അടച്ചിട്ടിരിക്കുകയാണ്. ഇത് പ്രതിദിനം ഏകദേശം 30,000 ദീർഘദൂര യാത്രക്കാരെയും 470 ട്രെയിനുകളെയും ബാധിക്കും. ജർമ്മനിയിലെ ഫാക്ടറി പറക്കുന്ന തീപ്പൊരികൾക്ക് ശമനം വരുത്തി ജർമ്മൻ വ്യവസായം വൻതോതിൽ ജോലികൾ വെട്ടിക്കുറച്ചു. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 1,24,000 വ്യാവസായിക ജോലികളാണ് നഷ്ടപ്പെട്ടത്. രാജ്യത്തെ വ്യവസായ ലോകം കടുത്ത സമ്മർദ്ദത്തിലാണ്. ജർമ്മനിയുടെ വ്യവസായം ചുരുങ്ങുന്നത് തുടരുകയാണ്. തുടർച്ചയായ 10 പാദങ്ങളിലായി വിൽപ്പന കുറഞ്ഞു. തൊഴിൽ വെട്ടിക്കുറവ് ത്വരിതഗതിയിലായി. 2025 ജർമ്മൻ വ്യവസായത്തിൽ 1,24,000 ജോലികൾ ഇല്ലാതാക്കി. 2.3% കുറവുണ്ടായി. തൊഴിൽ നഷ്ടം മുൻ വർഷത്തെ ഇരട്ടിയിൽ കൂടുതലായി. വർഷാവസാനം ഏകദേശം 5.38 ദശലക്ഷം ആളുകൾ ഇപ്പോഴും ഈ മേഖലയിൽ ജോലി ചെയ്തിരുന്നു. 2019 മുതൽ 2,65,200 തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടു. ഏതാണ്ട് 4.7% ഇടിവാണ് ഉണ്ടായത്. രാജ്യത്തെ ഓട്ടോമോട്ടീവ് വ്യവസായത്തെ പ്രത്യേകിച്ച് സാരമായി ബാധിച്ചു. കഴിഞ്ഞ വർഷം മാത്രം ഏകദേശം 50,000 തൊഴിലവസരങ്ങൾ ആകമാനം വെട്ടിക്കുറച്ചു. 2019 മുതൽ മൊത്തം 1,11,000 അധികം തൊഴിലവസരങ്ങളാണ് ഉണ്ടായത്. എങ്കിലും തൊഴിൽ 13% കുറഞ്ഞിട്ടുണ്ട്. സ്ഥിതിവിവരക്കണക്കനുസരിച്ച് ഓട്ടോമോട്ടീവ് മേഖലയിലെ 7 ജോലികളിൽ 1 അപ്രത്യക്ഷമായി. ഒരു വർഷത്തിനുള്ളിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയിലും ഏകദേശം 18,700 തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടു. ഓട്ടോമോട്ടീവ്, പേപ്പർ, ടെക്സ്റ്റൈൽ വ്യവസായങ്ങൾ പ്രത്യേകിച്ച് മോശം പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. 2025 ജനുവരി മുതൽ നവംബർ വരെ 1,483 വ്യാവസായിക കമ്പനികൾ പാപ്പരത്തിനായി അപേക്ഷ നൽകി. മുൻ വർഷത്തേക്കാൾ 11% കൂടുതലാണിത്. 2013 ശേഷമുള്ള ഏറ്റവും വ്യാവസായിക പാപ്പരത്വമാണ് ഇത്. 2021 മുതൽ വ്യാവസായിക കമ്പനി പാപ്പരത്വങ്ങളുടെ എണ്ണം ഏതാണ്ട് ഇരട്ടിയായി. ജർമ്മൻ വ്യവസായം കടുത്ത പ്രതിസന്ധിയിലാണ്.
ജർമ്മനി അതിർത്തി പരിശോധനകൾക്ക് 6 മാസത്തേക്ക് നീട്ടിയതായി ആഭ്യന്തരമന്ത്രി അലക്സാണ്ടർ ഡോബ്രിൻ അറിയിച്ചു. നിലവിലുള്ള സുരക്ഷാ സാഹചര്യം കാരണം മാർച്ച് 15-ന് ശേഷം ജർമ്മനി അതിർത്തികളിൽ പരിശോധനകൾ 6 മാസത്തേക്ക് കൂടി നീട്ടുമെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു. സുരക്ഷാ ആശങ്കകൾക്കിടയിൽ ജർമ്മനി അതിർത്തി പരിശോധനകൾ 6 മാസത്തേക്ക് കൂടിയാണ് നീട്ടിയത്. മൈഗ്രേഷൻ നയത്തിൽ സ്വാധീനം വരുത്താൻ അയൽ രാജ്യങ്ങളുമായുള്ള അതിർത്തികളിൽ വീണ്ടും നിയന്ത്രണങ്ങൾ വ്യാപിപ്പിക്കുകയാണ്. അതിർത്തി നിയന്ത്രണങ്ങൾ ജർമ്മനിയിലെ കുടിയേറ്റ നയത്തിന്റെ പുനഃസംഘടനയുടെ ഒരു ഘടകമാണ്. വിനോദസഞ്ചാരികൾ സുരക്ഷാ പരിശോധനകൾ തുടർന്നും നേരിടേണ്ടി വരും. ജർമ്മനിക്കും അതിന്റെ 9 അയൽ രാജ്യങ്ങളായ ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, ലക്സംബർഗ്, ഡെൻമാർക്ക് എന്നിവയുമായുള്ള ജർമ്മനിയുടെ കര അതിർത്തികളിലേക്കുള്ള താൽക്കാലിക നിയന്ത്രണങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജർമ്മനിയിൽ ചങ്ങനാശ്ശേരി സ്വദേശിനി നഴ്സ് മരിച്ചു. മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കഴിഞ്ഞ 3 വർഷമായി ക്ലിനിക്കും വോംസിൽ നഴ്സായിരുന്നു. പോലീസ് കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി നാട്ടിൽ സംസ്കരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ജർമ്മനിയിൽ പണപ്പെരുപ്പത്തിന്റെ പ്രധാന ചാലകശക്തി ഭക്ഷ്യ ഇന്ധന വിലകളിൽ വർധനവാണെന്ന് പുതിയ സ്ഥിതിവിവര കണക്കുകൾ സ്ഥിരീകരിച്ചു. ജനുവരിയിൽ ജർമ്മനിയുടെ പണപ്പെരുപ്പ് നിരക്ക് 2.1% വർദ്ധിച്ചു. ഡിസംബറിനെ അപേക്ഷിച്ച് ഉപഭോക്തൃ വിലകൾ 0.1% മാത്രമേ ഉയർന്നുള്ളൂ. അതേസമയം ഊർജ്ജ വില വർഷം തോറും 1.7% കുറഞ്ഞിട്ടുണ്ട്. തുർക്കിയിലെ അന്റാലിയയിൽ നിന്ന് യുകെയിലെ മാഞ്ചസ്റ്ററിലേക്ക് പറന്ന വിമാനത്തിൽ യാത്രികർ തമ്മിൽ അടിപിടിയുണ്ടായി. 30,000 അടി ഉയരത്തിൽ പറക്കവെയാണ് ബ്രിട്ടീഷ് വിമാന കമ്പനിയായ ജെറ്റ് 2 വിമാനത്തിൽ 2 യാത്രക്കാർ തമ്മിൽ അസഭ്യവർഷവും തല്ലുമുണ്ടായത്. സംഘർഷമുണ്ടായി 3 മണിക്കൂറായിട്ടും ശമിക്കാതെ വന്നതോടെ വിമാനം ബെൽജിയത്തിലെ ബ്രസൽസിൽ അടിയന്തര ലാൻഡിംഗ് നടത്തി. വിമാനം ലാൻഡ് ചെയ്തയുടൻ വിമാനത്തിലേക്ക് പോലീസ് ഇരച്ചു കയറി പ്രകോപനം ഉണ്ടാക്കിയവരെ പുറത്തിറക്കി അറസ്റ്റ് ചെയ്തു. ഇവർക്ക് വിമാന കമ്പനി ആജീവനാന്ത വിലക്കും ഏർപ്പെടുത്തി. ബോണിലെ ഇന്ത്യൻ എംബസിയിൽ ഉദ്യോഗസ്ഥനായിരുന്ന റാന്നി വൃന്ദാവന സ്വദേശി പരേതനായ വടക്കേപ്പറമ്പിൽ തോമസ് വർഗീസ് മോഹന്റെ ഭാര്യ മറിയക്കുട്ടി തോമസ് വടക്കേപ്പറമ്പിൽ ബോണിൽ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സംസ്കാരം പത്തനംതിട്ട റാന്നി കൊറ്റനാട് ട്രിനിറ്റി മാർത്തോമ ദേവാലയ സിമിത്തേരിയിൽ നടക്കും. ബോൺ ബാഡ് ഗോഡസ്ബർഗ് ഇവാഞ്ചലിക്കൽ ആശുപത്രിയിൽ നഴ്സായിരുന്ന മറിയക്കുട്ടി ജോലിയിൽ നിന്നും വിരമിച്ച് വിശ്രമ ജീവിതത്തിലായിരുന്നു. അനു, ആഷ എന്നിവരാണ് മക്കൾ. മരുമകൻ റിനു കടവിൽ, കൊച്ചുമക്കൾ റോയിസ്, ഏതൻ. മറിയക്കുട്ടിയുടെ വേർപാടിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനൊപ്പം അനുശോചനവും രേഖപ്പെടുത്തുന്നു. ജർമ്മനിയിലെ 4-1 കുട്ടികളും യുവാക്കളിലും സോഷ്യൽ മീഡിയ ആസക്തി പ്രശ്നകരമായ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് പുതിയ പഠനം വെളിപ്പെടുത്തുന്നു. ആരോഗ്യ ഇൻഷുറൻസ് കമ്പനിയായ ഡിയാക്ക ഗസൂണ്ടായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗത്തെക്കുറിച്ചുള്ള പുതിയ കണക്കുകളിൽ ഉപയോക്താക്കൾക്കിടയിൽ ആസക്തി നിറഞ്ഞ പെരുമാറ്റത്തിലെ വർധനവാണ് ചൂണ്ടിക്കാട്ടിയത്. 21.5% പേർ കഴിഞ്ഞ ശരത്കാലത്ത് സോഷ്യൽ മീഡിയ ഉപയോഗം അപകടകരമാണെന്ന് റിപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലേക്കുള്ള കുട്ടികളുടെ പ്രവേശനം പരിമിതപ്പെടുത്തുന്നതിനുള്ള വഴികൾ ജർമ്മനി സഖ്യ സർക്കാർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ കുട്ടികൾക്കുള്ള സോഷ്യൽ മീഡിയ നിരോധനം സർക്കാർ പരിഗണിക്കുമെന്നും റിപ്പോർട്ടുണ്ട്. 14 വയസ്സിന് താഴെയുള്ളവർക്ക് ഔപചാരിക വിലക്ക് നിർദ്ദേശിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ 65-നും 69-നും ഇടയിൽ പ്രായമുള്ളവരിൽ ഉപയോഗം ഏറ്റവും ഉയർന്നിട്ടുണ്ട്. ചങ്ങനാശ്ശേരി പുളിമൂട്ടിൽ പരേതരായ ചാക്കോ എലിസബത്ത് ദമ്പതികളുടെ മകൻ തങ്കച്ചൻ പുളിമൂട്ടിൽ ജർമ്മനിയിലെ കാൾസ്റൂവയിൽ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. പരേതന്റെ ആത്മശാന്തിക്കായുള്ള വിശുദ്ധ കുർബാന ഫെബ്രുവരി 26-ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ഹൗപ്റ്റ് ഫ്രീത്ത് ഓഫ് കാൾസ്റൂവെ കപ്പേളയിൽ നടക്കും. സംസ്കാരം പിന്നീട് ജർമ്മനിയിൽ. ഭാര്യ ബിലോമിന ഇത്തിത്താനം മണിയങ്കേരിക്കളം കുടുംബാംഗമാണ്. മക്കൾ ടോം, ടിം, ടോബിയാസ്. മരുമക്കൾ സുമിത, പട്രീഷ്യ, സിബൽ. സ്റ്റുട്ട്ഗാർട്ടിലെ രജിസ്റ്റേർഡ് സംഘടനയായ മലയാളി ഡോയ്ഷെ ട്രഫൻ ബാഡം ബുട്ടംബർഗിന്റെ സെക്രട്ടറിയായി വർഷങ്ങളായി പ്രവർത്തിച്ചിരുന്ന തങ്കച്ചൻ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ നിറസാന്നിധ്യമായിരുന്നു. ചങ്ങനാശ്ശേരിയിലെ ബിസിനസ് സ്ഥാപനമായ പുളിമൂട്ടിൽ ഫർണിച്ചർ ഉടമയായിരുന്നു. തങ്കച്ചന്റെ വേർപാടിൽ അനുശോചനം അറിയിക്കുന്നതിനൊപ്പം ഞങ്ങളുടെ പ്രിയ സുഹൃത്തിന് ആദരാഞ്ജലികളും അർപ്പിക്കുന്നു. ജർമ്മനിയിൽ 100 വയസ്സിന് മേൽ പ്രായമുള്ള സ്ത്രീയുടെ മൃതദേഹം മകളുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തി. 82 വയസ്സുള്ള മകളോടൊത്ത് താമസിച്ചിരുന്ന വീട്ടിൽ നിന്നാണ് ജർമ്മൻ പോലീസ് ഇവരുടെ മൃതദേഹം കണ്ടെത്തിയത്. പ്രതിമാസം 1,500 യൂറോ വരുന്ന അമ്മയുടെ പെൻഷൻ തുടർന്നും കൈപ്പറ്റുന്നതിനായി മകൾ വർഷങ്ങളോളം മൃതദേഹം ഒളിപ്പിച്ചുവെന്നാണ് പോലീസ് സംശയിക്കുന്നത്. റൂസ്മാൻ ഫെൽഡൽ എന്ന ചെറിയ ബവേറിയൻ പട്ടണത്തിലെ മേയറാണ് പോലീസിനെ വിവരം നൽകിയത്. തുടർന്ന് പോലീസ് നടത്തിയ തെരച്ചിലാണ് സോഫിയയുടെ മൃതദേഹം കണ്ടെത്തിയത്.
ആംസ്റ്റർഡാമിന്റെ വിനോദസഞ്ചാര ഭൂപടത്തിൽ എന്നും ചർച്ചാ വിഷയമായ ലഹരി വിൽപ്പന നിർത്താനൊരുങ്ങി അധികാരികൾ. വിദേശ വിനോദസഞ്ചാരികൾക്ക് കോഫി ഷോപ്പുകളിൽ കഞ്ചാവ് വിൽക്കുന്നത് നിരോധിക്കാനുള്ള പദ്ധതിയാണ് നഗരസഭ കൊണ്ടുവരുന്നത്. യൂറോപ്പിന്റെ കഞ്ചാവ് തലസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്ന നഗരത്തിന്റെ സമാധാന അന്തരീക്ഷത്തെ ബാധിക്കുന്നു എന്ന വിലയിരുത്തലിലാണ് അധികൃതർ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് നീങ്ങുന്നത്. ലഹരി തേടിയെത്തുന്ന വിനോദസഞ്ചാരികളുടെ തിരക്ക് കുറച്ച് നഗരവാസികളുടെ സ്വൈര്യജീവിതം ഉറപ്പാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ആംസ്റ്റർഡാം സന്ദർശിക്കുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള സഞ്ചാരികൾ ഈ നിയമമാറ്റങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. UK-യിൽ ജോലിയും പഠനവും സ്വപ്നം കാണുന്നവർക്ക് സുവർണാവസരം നൽകി UK ഗവൺമെന്റ്. യങ് പ്രൊഫഷണൽ സ്കീമിനായി അപേക്ഷ ക്ഷണിച്ചതായി UK ഹോം ഓഫീസ് അറിയിച്ചു. നറുക്കെടുപ്പിനായി ഫെബ്രുവരി 19 ഇന്ത്യൻ സമയം 2:30 വരെ അപേക്ഷ സമർപ്പിക്കാം. തിരഞ്ഞെടുക്കപ്പെടുന്ന 18-30 ഇടയിൽ പ്രായമുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് 2 വർഷം പഠിക്കാനും ജോലി ചെയ്യാനും അവസരം ലഭിക്കും. ബിരുദമാണ് യോഗ്യത. അപേക്ഷകരുടെ അക്കൗണ്ടിൽ 2530 പൗണ്ട് സമ്പാദ്യമായി ഉണ്ടായിരിക്കണം. ബാലറ്റിൽ പേര് ചേർക്കുമ്പോൾ പേര്, ജനനത്തീയതി, പാസ്പോർട്ട് വിവരങ്ങൾ, പാസ്പോർട്ടിന്റെ സ്കാൻ ചെയ്ത കോപ്പി അല്ലെങ്കിൽ ഫോട്ടോ, ഫോൺ നമ്പർ, ഇമെയിൽ വിലാസം എന്നിവ നൽകിയിരിക്കണം. യങ് പ്രൊഫഷണൽ സ്കീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർ 90 ദിവസത്തിനകം വിസയ്ക്ക് അപേക്ഷിക്കുകയും വേണം. 319 പൗണ്ട് അപേക്ഷാ ഫീസായും അടയ്ക്കണം. ഇമിഗ്രേഷൻ ഹെൽത്ത് ചാർജും ഇതിൽ ഉൾപ്പെടും. അപേക്ഷകർ അവരുടെ ബയോമെട്രിക് വിവരങ്ങൾ നൽകുകയും വേണം. വിശദ വിവരങ്ങൾക്ക് UK ഗവൺമെന്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയും പ്രഥമ വനിത ബ്രിജിറ്റ് മാക്രോയും തിങ്കളാഴ്ച മുംബൈയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരം ഫെബ്രുവരി 17 മുതൽ 19 വരെയാണ് മാക്രോ ഇന്ത്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്നത്. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന AI ഇമ്പാക്ട് സമ്മിറ്റിൽ പങ്കെടുക്കുന്നതിനും പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്താനുമാണ് അദ്ദേഹം ഇന്ത്യയിലെത്തിയത്. ഇമ്മാനുവൽ മാക്രോയുടെ ഇന്ത്യ സന്ദർശനത്തിന്റെ മുന്നോടിയായി വ്യോമസേനയ്ക്കായി 3.2 ദശലക്ഷം കോടി രൂപയുടെ 114 റഫാൽ പോർ വിമാനങ്ങൾ വാങ്ങാൻ തീരുമാനം എടുത്തിരുന്നു. വാങ്ങലുകൾക്ക് 33.7 ബില്യൺ യൂറോ വിലയുണ്ട്. 2015 മുതൽ ഇന്ത്യ ഏകദേശം $8.7 ബില്യൺ വിലമതിക്കുന്ന 26 റാഫേൽ ജെറ്റുകൾ വാങ്ങിയിട്ടുണ്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ സന്ദർശിക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ TV കൂടി ശ്രദ്ധിക്കുക. നന്ദി, നമസ്കാരം.